ഈശോ മിശിഹായിലും പരിശുദ്ധാംബയിലും ഒരുപാട് സ്നേഹം നിറഞ്ഞവരെ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ലൂർദിൽ ഒരു സംഭവം നടന്നു. ലൂർദിൽ നമുക്കറിയാം, ലോകത്ത് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഒക്കെ സംഭവിക്കുന്ന ഒരു സ്ഥലമാണ് ലൂർദ്. പ്രത്യേകിച്ച് ലൂർദിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ദിവികാരുണ്യ അഭിഷേക പ്രാർത്ഥനയും ആശീർവാദവും നടക്കാറുണ്ട്. ദിവികാരുണ്യ പ്രദക്ഷിണം നടക്കാറുണ്ട്. ഈ സമയത്താണ് ഒരുപാട് രോഗികൾ സൗഖ്യപ്പെടുന്നത്, മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരൊക്കെ സുഖമാക്കപ്പെടുന്നത്. അത് അനേക വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു സംഭവമാണല്ലോ. ഒരിക്കൽ ഒരു പെൺകുട്ടി അവളെ അവളുടെ അപ്പനും അമ്മയും കൂടെ ലൂർദിലേക്ക് കൊണ്ടുവന്നു. പ്രത്യേകത ഇങ്ങനെയാണ്, ഈ പെൺകുട്ടി ചെറിയ 12 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയാണ്. അവൾക്ക് നടക്കാൻ വയ്യ, അവൾ വീൽ ചെയറിലാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ലൂർദിൽ പോയാൽ മാതാവ് ഇവളെ സുഖപ്പെടുത്തും. ഇങ്ങനെ ഈ ദമ്പതികൾ ഇവരുടെ മകളെയുമായി ലൂർദിലേക്ക് വരികയാണ്. അപ്പം അവർ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എത്തി, കുറേ നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, ലൂർദിലെ വെള്ളമൊക്കെ കുടിച്ചു. പക്ഷെ അവർക്ക് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. എങ്കിലും വൈകുന്നേരം ദിവികാരുണ്യ പ്രദർശനമുണ്ട്. ആ സമയത്താണല്ലോ ഏറ്റവും കൂടുതൽ രോഗികൾ സൗഖ്യപ്പെടുന്നത്. അതുകൊണ്ട് അവൾ വലിയ പ്രതീക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അവളും മാതാപിതാക്കളുമൊക്കെ അനേകായിരം ആൾക്കാരുണ്ട്. ദിവികാരുണ്യനാഥൻ ഇങ്ങനെ കടന്നു വരികയാണ്. വൈദികൻ ദിവികാരുണ്യ ഈശോയെ വഹിച്ചുകൊണ്ട് വരുന്നു. ഈശോ വരുന്ന സമയത്ത് മുഴുവനും ആ സ്ഥലത്തുള്ള ആളുകളൊക്കെ ഇങ്ങനെ സൗഖ്യമാക്കപ്പെടുകയാണ്. ഈശോ നന്മ ചെയ്തുകൊണ്ട് അവൻ ചുറ്റി കടന്നുപോയി എന്ന് പറയുന്ന പോലെ ഈശോ വരുന്ന സമയത്തൊക്കെ ആളുകൾ ഇങ്ങനെ സൗഖ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ പെൺകുട്ടിയുടെ മുമ്പിൽ എത്താറായി ഈശോ. ഇവളും ഇവളുടെ മാതാപിതാക്കളും വിചാരിക്കുന്നത് തീർച്ചയായിട്ടും ഈ സമയത്ത് ഇവൾ സൗഖ്യപ്പെടുമെന്നാണ്. പക്ഷേ അവിടെ എത്തി ഈശോ മുമ്പോട്ട് കടന്നുപോയി, ദിവികാരുണ്യം മുമ്പോട്ട് കടന്നുപോയി. ഇവൾക്കൊരു മാറ്റം ഉണ്ടായില്ല. വലിയ നിരാശയായി. എന്തുകൊണ്ടാണ് ഇവൾ സൗഖ്യപ്പെടുത്താത്തതെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ പലരും സൗഖ്യപ്പെട്ടു, ഇവളുടെ നിരയിൽ നിന്ന് ഒത്തിരി പേര് സൗഖ്യപ്പെട്ടു. പക്ഷെ ഇവൾക്ക് മാത്രം പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. ഈശോ ഇങ്ങനെ മുമ്പോട്ട് കടന്നു പോവുകയാണ്, ദിവികാരുണ്യം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കൾ കരയാൻ തുടങ്ങി. ഈ കൊച്ചു പെൺകുട്ടി അവൾ ഉച്ചത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഈശോയെ, ഈ നിമിഷം തന്നെ നീ എന്നെ സൗഖ്യമാക്കിയില്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കും കേട്ടോ. നിഷ്കളങ്കമായൊരു വിശ്വാസമാണ്. ഞാൻ നിൻ്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കും കേട്ടോ. നീ എന്നെ സൗഖ്യപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ നിൻ്റെ അമ്മയോട് പരാതി പറയും കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം സാക്ഷിക്കുന്നു, ആ സെക്കൻഡിൽ ആ കുഞ്ഞ് പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടു. ഞാനത് പറഞ്ഞത്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം എത്രമാത്രം സ്വർഗത്തിനു മുമ്പിൽ വിലയേറിയതാണ്. ഈശോ സെൻ്റ് അൽഫോൻസ് ലീഗോരിക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരിക്കൽ പറഞ്ഞു, എൻ്റെ അമ്മ പറയുന്ന ഒന്നും എനിക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ഭൂമിയിൽ ഞാൻ ചോദിച്ചതൊന്നും എൻ്റെ അമ്മ എനിക്ക് നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് അമ്മ പറയുന്നതൊന്നും എനിക്കും സ്വർഗത്തിൽ നിഷേധിക്കാൻ പറ്റില്ല. സ്നേഹമുള്ളവരെ, അമ്മയുടെ മക്കളായെങ്കിൽ നമുക്ക് അഭിമാനിക്കാം. ഒരു കുറവുണ്ടാകുമ്പോൾ, പ്രശ്നമുണ്ടാകുമ്പോൾ നമുക്ക് വേണ്ടി വാദിക്കാൻ ഒരമ്മയുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? നമ്മൾ സങ്കല്പേണ്ട കാര്യമില്ല. കാരണം അമ്മ നമുക്ക് വേണ്ടി എപ്പോഴും മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാ സങ്കടങ്ങളും മനസ്സിലാകുന്ന ഒരമ്മ നമുക്ക് വേണ്ടി തിരുസിംഹാസനത്തിന് മുമ്പിൽ മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. അൽഫോൻസ് ലീഗോർ തന്നെ ഒരിക്കൽ ഇങ്ങനെ ഈശോ പറഞ്ഞത് അൽഫോൻസ് ലീഗോർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗത്തിലെ എല്ലാ വിശുദ്ധരുടെയും പ്രാർത്ഥന, ആ പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ ഒരു നെടുവീർപ്പിന് തുല്യമാവില്ല. അതായത് ഞാൻ ഒന്നുകൂടെ വിശദമാക്കാം. സ്വർഗത്തിൽ ഒരു ത്രാസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ത്രാസിൻ്റെ ഒരു തട്ടിൽ പരിശുദ്ധ അമ്മയുടെ ഒരു നെടുവീർപ്പ് വച്ചിരിക്കുകയാണ്. മറുവശത്ത് എല്ലാ വിശുദ്ധരുടെയും, എല്ലാ മാലാഖമാരുടെയും, എല്ലാ രക്തസാക്ഷികളുടെയും പ്രാർത്ഥന വെച്ചിരിക്കുകയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ ഈ തട്ട് താഴ്ന്നു നിൽക്കും. അതായത് സ്വർഗത്തിൽ അമ്മയുടെ ഒരു നെടുവീർപ്പ്, പരിശുദ്ധ ത്രിത്വത്തിന് മുമ്പിൽ അമ്മ ഉയർത്തുന്ന ഒരു നെടുവീർപ്പ് എല്ലാ വിശുദ്ധരുടെയും പ്രാർത്ഥനകളെക്കാളും ശക്തിയേറിയതാണ്. നമുക്കറിയാം, നമ്മൾ പല വിശുദ്ധരുടെ മാധ്യസ്ഥം തേടാറുണ്ട്. പല കാര്യങ്ങൾക്കും വേണ്ടിയും പല വിശുദ്ധരുണ്ട്. നല്ല കാര്യമാണ്. ഉദാഹരണം പറഞ്ഞാൽ അന്തോണിസ് മുണ്ടയാൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ കണ്ടെത്തി കിട്ടാൻ വേണ്ടി നമ്മൾ അന്തോണിസിനോട് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ അസാധ്യ കാര്യങ്ങൾ ശരിയാകാൻ വേണ്ടി യൂദാസ് ശ്ലീഹായുടെ മധ്യസ്ഥം ചോദിക്കാറുണ്ട്. പല കാര്യങ്ങൾക്ക് വേണ്ടി പല വിശുദ്ധരുടെ മധ്യസ്ഥം നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. തീർച്ചയായിട്ടും നല്ലതാണ്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത, അമ്മയ്ക്ക് അങ്ങനെ റിസർവേഷൻ ഒന്നുമില്ല.
ഇന്ന കാര്യത്തിന് വേണ്ടി അമ്മ പ്രാർത്ഥിക്കുമെന്നോ ഇന്ന കാര്യം മാത്രമേ അമ്മ പ്രാർത്ഥിച്ച് നടക്കുകയുള്ളൂ എന്നൊന്നുമില്ല. ഏതൊരു സാഹചര്യത്തിലും നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ, ഏറ്റവും ശക്തിയായ മധ്യസ്ഥം വഹിക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് പറ്റും. എൻ്റെ കൃപയുടെ വിതരണക്കാരി എന്നാണ് പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് അമ്മയുടെ മക്കളാകാം നമുക്ക് ഏതൊരു സാഹചര്യത്തിലും, ഏതൊരു വേദനയിലും, എത്ര സങ്കടത്തിലും, എത്ര ഒറ്റപ്പെട്ട അവസ്ഥയിലും നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ ഒരു പരിശുദ്ധ അമ്മയുണ്ടല്ലോ. അമ്മയുടെ മധ്യസ്ഥമാണ് കാനായിൽ അത്ഭുതം പ്രവർത്തിപ്പിച്ചത്. ഈശോ തന്നെ പറയുന്നുണ്ട്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അതായത് എൻ്റെ സമയമായിട്ടില്ല, ഞാൻ ഇത്ര പെട്ടെന്ന് അത്ഭുതം പ്രവർത്തിക്കേണ്ട കാര്യമില്ല, താല്പര്യമില്ല. പക്ഷേ അമ്മയുടെ മധ്യസ്ഥം അത് ഈശോയ്ക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നമ്മളൊക്കെ അമ്മയോട് പ്രാർത്ഥിക്കുമല്ലോ, അമ്മേ എനിക്ക് സങ്കടമുണ്ട് കേട്ടോ, എനിക്ക് വിഷമമുണ്ട് കേട്ടോ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഈശോയോട് പറയുന്നത് ഇങ്ങനെയായിരിക്കും, നീ നോക്കിക്കേ ഈശോയെ, എൻ്റെ കുഞ്ഞെ നീ നോക്കിക്കേ, എൻ്റെ മോൾക്ക് ഈ കുറവുണ്ട് കേട്ടോ, എൻ്റെ മോളുടെ കല്യാണം ശരിയാകുന്നില്ല കേട്ടോ, എൻ്റെ കുഞ്ഞിന് ജോലി ശരിയാകുന്നില്ല കേട്ടോ, എൻ്റെ മകൻ സാമ്പത്തികമായിട്ട് കുറേ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചോദിക്കുമ്പോൾ, അതായത് അവർക്ക് വീഞ്ഞില്ല എന്ന് ഒറ്റ വാക്കിൽ കാനായിലെ കല്യാണ വിരുന്നിലെ അവരുടെ സങ്കടം പറഞ്ഞതുപോലെ ഉറപ്പായിട്ടും നമ്മൾ ഈശോയുടെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ, അമ്മയുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമുക്ക് വേണ്ടിയും ഈശോയോട് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഈശോയെ ഒന്ന് നോക്കണേ, അവൻ ഈ കുറവുണ്ട് കേട്ടോ, അവൻ ഈ സങ്കടമുണ്ട് കേട്ടോ, ഒന്ന് പരിഹരിക്കണം കേട്ടോ എന്ന് പറയുമ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം സ്വർഗത്തിന് നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥം തേടുന്നതിൽ നമുക്ക് അഭിമാനമുള്ളവരാവാം. അമ്മയുടെ മക്കളാണെന്നതിൽ ശരിക്കും നമ്മൾ അഭിമാനിക്കണം. ഏറ്റവും പവർഫുള്ളായ ഒരു രാജ്യത്തെ രാജാവിൻ്റെ മകൻ എന്ന് പറയുമ്പോൾ അവൻ എന്തുമാത്രം അഭിമാനം ഉണ്ടാകും. മറ്റാളുകളെ പോലെയല്ല, അവന് അഭിമാനമുണ്ട്. ഇതുപോലെ സ്വർഗത്തിൽ എനിക്കൊരു രാജ്ഞിയുണ്ട്, ഞാൻ എൻ്റെ രാജ്ഞിയുടെ മകനാണെന്ന് പറയുന്നതിൽ നമുക്കും അഭിമാനം വേണം. അതാണ് മാതൃഭക്തി ഒരു അഭിമാനമായി മാറുന്നത്. അങ്ങനെയാണ് ഒരു അഭിമാനമായി, സന്തോഷമായി മാറുന്നത്. അങ്ങനെയാണ് അമ്മയുടെ മക്കളാണെന്നതിൽ നമുക്ക് അഭിമാനിക്കാം. അമ്മയുടെ മധ്യസ്ഥത്തിന് നേടിത്തരാൻ പറ്റാത്ത ഒന്നുമില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.